ജപ്പാനിലെ ഇച്ചിക്കാവ മൃഗശാലയിൽ നിന്നുള്ള ഒരു കുഞ്ഞു കുരങ്ങിന്റെ വീഡിയോ ലോകമെമ്പാടുമുള്ള ആളുകളുടെ ഹൃദയം കീഴടക്കുകയാണ്. പഞ്ച് എന്നു പേരുള്ള ഈ ജപ്പാനീസ് മകാക് വിഭാഗത്തിൽപ്പെട്ട കുരങ്ങിനെ വൈറലാക്കിയിരിക്കുന്നത് അവന് ലഭിച്ച ഒരു ഒറാങ്കുട്ടാൻ കളിപ്പാവയാണ്. ജപ്പാനിലെ ഇച്ചിക്കാവ സിറ്റി സൂവിൽ ജനിച്ച കുഞ്ഞു കുരങ്ങാണ് പഞ്ച്. കഴിഞ്ഞ ജൂലൈയിൽ ജനിച്ച ഉടനെ അമ്മ അവനെ നിരസിച്ചു മാറിയിരുന്നു. അതിനുശേഷം മൃഗശാലയിലെ ജീവനക്കാർ തന്നെ അവന് കൈത്താങ്ങാവുകയായിരുന്നു. അവരാണ് പഞ്ചിന് ഒരു ഒറാങ്കുട്ടൻ കളിപ്പാവയെ കൊടുത്തത്. പഞ്ച് എപ്പോഴും ആ പാവയെ കെട്ടിപ്പിടിച്ച് നടക്കുകയും കളിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണിപ്പോൾ. ലോകമെമ്പാടുമുള്ള ആളുകൾ അത് കണ്ട് സങ്കടം സഹിക്കാനാകാതെ കീപ് ഗോയിങ് പഞ്ച് എന്ന ഹാഷ്ടാഗുമായി അവനു പിന്നിൽ അണിനിരന്നു. അവന്റെ ഓരോ ചലനവും ആരാധകർ ശ്രദ്ധിച്ചു. ആ കുഞ്ഞു കുരങ്ങിന്റെ നിസ്സഹായതയെയും സ്നേഹത്തിനായുള്ള തത്രപ്പാടുകളെയും ഹൃദയസ്പർശിയായി കണ്ട പൊതുജനം അവനെ നെഞ്ചേറ്റി. പക്ഷെ ആ സ്നേഹം പഞ്ചിന് എത്രത്തോളം ഗുണകരമാണ് എന്ന കാര്യം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രമുഖ മൃഗസ്നേഹ സംഘടനയായ പീറ്റ പഞ്ചിനുമേൽ ലോകത്തെമ്പാടുമുള്ള ആയിരങ്ങൾ വർഷിക്കുന്ന സ്നേഹം സ്നേഹമല്ല എന്ന് വിളിച്ചു പറയുകയാണ്. ഇത് സ്നേഹത്തെക്കാൾ ഉപരിയായി ആ കുഞ്ഞു ജീവിയുടെ ഏകാന്തതയുടെ അടയാളം മാത്രമാണെന്നാണ് പീറ്റയുടെ ഭാഷ്യം. പീറ്റയുടെ ഏഷ്യൻ പ്രസിഡന്റായ ജാസൺ ബേക്കറിന്റെ അഭിപ്രായം ഇതാണ്: മൃഗശാലകൾ ശരണാലയങ്ങൾ അല്ല, അവിടെ മൃഗങ്ങൾക്ക് എന്ത് സ്വാതന്ത്ര്യമാണ് ഉള്ളത്. വന്യമൃഗങ്ങളുടെ സ്വാഭാവിക സാമൂഹിക ജീവിതവും പ്രകൃതി സഹജമായ വാസസ്ഥലവും മൃഗശാലകളിൽ നൽകുന്നില്ല എന്നോർക്കണം. ബേക്കർ പറയുന്നു, പഞ്ചിനെ പോലുള്ള മകാക് കുരങ്ങുകൾ സ്വാഭാവികമായും കുടുംബത്തോടൊപ്പം വളരേണ്ടവയാണ്. സാമൂഹിക ബന്ധങ്ങളും പരിസ്ഥിതി പരിചയവും അവയ്ക്ക് അത്യാവശ്യമാണ്. ഒരു കോൺക്രീറ്റ് കൂടിനകത്ത് ഒരു കളിപ്പാവയെ ആശ്രയിച്ച് ആശ്വാസം തേടേണ്ട അവസ്ഥ നീതിക്ക് നിരക്കുന്നതല്ല എന്നാണ് മൃഗാവകാശ സംഘടന പറയുന്നത്. തനിക്ക് ലഭിച്ച കളിപ്പാവയുടെ രോമങ്ങളിൽ അള്ളിപ്പിടിക്കാൻ എളുപ്പമാണ്. പാവയുടെ രൂപം ഒരു കുരങ്ങിനെ പോലെ ആയതിനാൽ അവന് സുരക്ഷിതത്വ ബോധം അത് നൽകിയിരിക്കാം. അതൊരു സറോഗേറ്റ് അമ്മയെ പോലെയാണെന്നൊക്കെ മൃഗശാല ജീവനക്കാർ പറയുന്നുണ്ടെങ്കിലും ഒരു കുഞ്ഞു മകാക് കുരങ്ങിന് അത് സ്വാഭാവിക ജീവിത രീതിയല്ല എന്നത് വാസ്തവമാണെന്ന് ലോകം അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. പഞ്ചിനെ കാണാൻ വാരാന്ത്യങ്ങളിൽ 5000-ലധികം ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചിലർ 1 മണിക്കൂർ വരെ ക്യൂവിൽ നിന്നാണ് ഒരു വട്ടം പഞ്ചിനെ കാണാൻ തയ്യാറാകുന്നത്. ഇതിനിടെ പഞ്ചിന് കിട്ടിയ പാവ എവിടെ നിന്ന് വന്നു എന്ന ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ജപ്പാനിലെ ഐക്കിയയുടെ പ്രസിഡന്റ് മൃഗശാല സന്ദർശിച്ചപ്പോൾ ഇതുപോലെയുള്ള കളിപ്പാവകൾ മൃഗശാലയ്ക്ക് സംഭാവന ചെയ്തുവെന്ന റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും കളിപ്പാവയും പിടിച്ച് സങ്കടത്തോടെ നടക്കുന്ന പഞ്ചിന്റെ ജീവിതം ഇപ്പോൾ ഐക്യയ്ക്ക് നല്ല ബിസിനസ് നേട്ടവും കൂടി ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. പഞ്ചിന്റെ കയ്യിലുള്ള പാവയെ പോലെയുള്ള മോഡലുകൾക്ക് ലോകമെമ്പാടും ഇപ്പോൾ ബെസ്റ്റ് സെല്ലറാണ്. പീറ്റ ചൂണ്ടിക്കാട്ടുന്നത് പോലെ വൈറലാകുന്ന കുഞ്ഞു മൃഗങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിൽ കുറച്ചു കാലം മാത്രം നിൽക്കും. പക്ഷേ ആ മൃഗങ്ങൾ ജീവിതം മുഴുവൻ തടവിൽ തന്നെയാണ് കഴിയേണ്ടി വരുന്നത്. ഇന്റർനെറ്റ് നൽകുന്ന പ്രശസ്തി തടങ്കൽ എന്ന യാഥാർത്ഥ്യം മാറ്റുന്നില്ല. അത് ടിക്കറ്റ് വിൽപ്പന വർദ്ധിപ്പിക്കാൻ കുഞ്ഞു മൃഗങ്ങളെ പ്രദർശിപ്പിക്കുന്ന ഒരു വ്യവസ്ഥിതിയെ ശക്തിപ്പെടുത്തുന്നു എന്നല്ലാതെ ആ പാവം ജീവിക്ക് എന്നും തടവറയിലെ ഏകാന്ത ജീവിതം മാത്രമാണ് വിധിക്കുന്നത്. പഞ്ചിനെ പ്രകൃതി സഹജമായ പരിസ്ഥിതിയിലും സാമൂഹിക ബന്ധങ്ങളിലും വളരാനുള്ള അവസരം നൽകുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളണമെന്ന് പീറ്റ മൃഗശാലാധികാരികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പഞ്ചിനെ പ്രകൃതി സഹജമായ പരിസ്ഥിതിയിലും സാമൂഹിക ബന്ധങ്ങളിലും വളരാനുള്ള അവസരം നൽകുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളണമെന്ന് പീറ്റ മൃഗശാല അധികാരികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു കുഞ്ഞു ജീവി സ്നേഹത്തിനായി ഒരു കളിപ്പാവയെ ചേർത്ത് പിടിക്കുമ്പോൾ നമ്മൾ കാണുന്നത് മനുഷ്യത്വത്തിന്റെ ഒരു മുഖമാണെങ്കിലും അത് യഥാർത്ഥത്തിൽ ആ കുഞ്ഞു ജീവിയുടെ നഷ്ടവും ഏകാന്തതയും തുറന്നു കാട്ടുകയല്ലേ ചെയ്യുന്നതെന്ന് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ചുരുക്കത്തിൽ പഞ്ചിന്റെ വിഷമം നമ്മൾ മനുഷ്യർക്ക് കണ്ടു കൊതി തീരുവാനുള്ളതോ ആഘോഷിക്കപ്പെടാനോ വൈറൽ പോസ്റ്റുകൾ പ്രസിദ്ധീകരിക്കാനോ ഉള്ള വെറുമൊരു ഇന്റർനെറ്റ് സെൻസേഷൻ അല്ല, മറിച്ച് ഒരു കുഞ്ഞു ജീവിയുടെ ജീവിത വ്യഥ എന്ന യാഥാർത്ഥ്യമാണ്.